ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് എൻ്റെ ഒത്തിരി പ്രൊഡക്ട്സ് ഒന്നുമില്ല, കുറച്ച് പ്രൊഡക്ട്സും ഉണ്ട്. കൺസീലർ, ഫൗണ്ടേഷൻ ഇതൊക്കെ വെച്ച് ഇങ്ങനൊരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്നതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് എത്രത്തോളം യൂസ്ഫുള്ളാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എങ്ങനത്തെ മേക്കപ്പ് ലുക്ക് വേണമെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാനപ്പോൾ അത് ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോ. ഓക്കെ, അപ്പം പുറത്ത് ചെറിയൊരു മഴയുണ്ട്, അതിൻ്റെ സൗണ്ട് ഡിസ്റ്റർബ് ആവണമെങ്കിൽ ഒന്ന് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ക്ലെൻസർ മാത്രമാണ് സ്കിൻ കെയർ ആയിട്ട് യൂസ് ചെയ്തത്, അല്ലാതെ വേറെ ഒന്നും മോയ്സ്ചറൈസർ സംതിങ്ങോ ഒന്നും യൂസ് ചെയ്തില്ല. പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പം ഞാൻ ഇത് നോക്കിയാണ്, പിന്നെ കണ്ണാടി നോക്കിയിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്. കാരണം എൻ്റെ മുമ്പിലൊന്നും വലിയ മിറേഴ്സ് ഒന്നും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ക്ലെൻസർ മാത്രമേ യൂസ് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് എനിക്കിപ്പം ടോണർ ഞാൻ യൂസ് ചെയ്യുന്നത് ആയിട്ട് റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ സ്പ്രേ ബോട്ടിൽ എൻ്റെ ഇല്ല, ഇനി വാങ്ങണം. അപ്പം വാങ്ങി കഴിഞ്ഞ് നമുക്കത് ഈസി ആയിട്ട് അതിലൊഴിച്ച് യൂസ് ചെയ്യാം. അതാണ് കുറച്ചും കൂടി ഈസിയാണ്. ഇത് മേടിച്ചില്ല, പിന്നെ മേടിക്കുമ്പം നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ ഒരു വെജിറ്റാസിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു നമ്മുടെ ഫേസ് കവർ ചെയ്യുന്ന അത്രയും ഇപ്പോൾ ഒരു ഞാനിപ്പോൾ ഡ്രോപ്സ് ആകാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഫേസ് ഇടാൻ ഇത്രയും എടുത്തിട്ട് നമ്മൾ ഡാപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യില്ല, ഇത് ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഇതല്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഇട്ട് അങ്ങനെ ചെയ്യാമില്ല, പകരം ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നല്ലോണം സമയം എടുക്കണം. സ്വഭാവം ഞാൻ അല്ലാതെ പെട്ടെന്നാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് ടൈം കൊടുക്കണം. നല്ല ഫേസിലോട്ട് നല്ലോണം അബ്സോർബ് ആയി വരാൻ വേണ്ടിയിട്ട് ടൈം വേണം. അപ്പോൾ ടൈം കൊടുക്കണം. ഞാൻ ഫാൻ ഇട്ടിട്ടില്ല, കാരണം അതിടുന്നത് അതിൻ്റെ സൗണ്ടും കൂടെ ആകുമ്പോൾ കുറച്ചും കൂടെ ഡിസ്റ്റർബ് ആവും, അതുകൊണ്ടാണ്. അപ്പം എൻ്റെ മറ്റേ ഫാൻ ഇല്ല, കുഞ്ഞ് ഫാൻ മേടിക്കണം. അപ്പോൾ കുറച്ച് ടൈം കൊടുക്കണം. ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ പീച്ച് മിൽക്കിൻ്റെ ഒരു മോയ്സ്ചർ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് യൂസ് ചെയ്തെടുക്കാം. എല്ലാം നമ്മൾ ഫേസിലൂടെ അപ്ലൈ ചെയ്യണം. പക്ഷെ ഞാൻ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് സീരിയസ്ലി ഞാൻ മറന്നു പോകും. ഞാൻ കഴുത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ടൈം അത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇത് ജെൽ മോയ്സ്ചറൈസർ ആയതുകൊണ്ട് കുറച്ച് ടൈം കൊടുക്കണം അബ്സോർബായി വരാൻ വേണ്ടിയിട്ട് ആണ്. അപ്പം അടുത്ത സൺസ്ക്രീൻ ഞാൻ ഡെവലപ്പിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ 2 ഫിംഗർ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എൻ്റെ ഫേസിൽ പിന്നെ നോക്കി പറഞ്ഞാൽ അല്ലാതെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതും അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കൺസീലറാണ്. ലിക്വിഡ് കൺസീലറാണ്. സിസ് ബ്യൂട്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒത്തിരി യൂസ് ചെയ്യുന്നില്ല, പക്ഷെ കുറച്ച് കണ്ണിൻ്റെ അടിയിൽ തരി എഴുതിയൊരു ബ്ലാക്ക്നെസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ചുള്ളൂ അപ്പോൾ കുറച്ച് വെച്ച് കുറേ പിന്നെ കവർ ചെയ്യുക. അതിനുശേഷം കോണ്ടോറാണ് ശരിക്കും ഷേപ്പിന് വേണ്ടി വരച്ച് കൊടുക്കാൻ നമ്മൾ വരത്തില്ല. ഓക്കെ, എൻ്റെ മറ്റേ ഇതുണ്ട്, ബ്യൂട്ടി ബ്ലെൻഡ് ഉണ്ടായിരുന്നു, പക്ഷെ അത് താഴുന്നില്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിംഗേഴ്സ് ഉണ്ടല്ലോ, പക്ഷേ ഫിംഗേഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ അതിന് മുമ്പ് ബ്യൂട്ടി ബ്ലെൻഡൊക്കെ ചെയ്ത് വരുമ്പോൾ നല്ലതാണ്.
പിന്നെ ഞാൻ അപ്പം ഫുൾ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ് കൈ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഓക്കെ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ബ്യൂട്ടി ബ്ലെൻഡുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി അല്ലെങ്കിൽ തുണി കൊണ്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഇതായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ ഫൗണ്ടേഷനാണ് നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. പെർഫെക്റ്റ് മാറ്റ് പാൻറ്റ് സ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം ലിക്വിഡ് ഞാൻ യൂസ് ചെയ്തില്ല, യൂസ് ചെയ്യുമ്പോൾ കേട്ടോ. ഇത് വെച്ച് നമ്മൾ ലൈറ്റായിട്ട് ഇത് യൂസ് ചെയ്താൽ പക്ഷെ അറിയത്തില്ല യൂസ് ചെയ്തേക്കുന്നത്. കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയാമല്ലോ. ഓക്കെ, അപ്പം ഞാനങ്ങനെ ഇത് ബ്ലെൻഡ് ചെയ്യാം. അങ്ങനെ ഫൗണ്ടേഷനും ഞാൻ കൈ കൊണ്ടാണ് ബ്ലെൻഡ് ചെയ്തത്. അപ്പം വീണ്ടും പറയാൻ എത്ര പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാനങ്ങനെ ബ്ലെൻഡ് ചെയ്തു. ഐ ഷാഡോ ആയിട്ട് 3 ലിപ്സ്റ്റിക്കാണ് എൻ്റെ ആക്ച്വലി ഉള്ളത്, ഈ ഫേവറേറ്റ് ആയിട്ട്. അപ്പം 3 ലിപ്സ്റ്റിക്കിൽ ഞാൻ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യും. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇതാണ് മേബലിൻ്റെ ന്യൂയോർക്ക് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് എനിക്ക് ഇഷ്ടം. അപ്പം ഇതുകൊണ്ടാണ് ഞാൻ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് നല്ല ഒരു മെറൂൺ അല്ല, ഒരു ഡാർക്ക് ബ്രൗൺ, ആ ഒരു പോലത്തെ ഒരു ഷെയ്ഡിനൊക്കെ കിട്ടും. ഒരു ബ്രൗൺ ഷെയ്ഡിന് എല്ലാവർക്കും ഇതാണല്ലോ ഇഷ്ടം. അപ്പോൾ ആ ഒരു ഷെയ്ഡ് എനിക്കിത് നല്ലോണം കരിഞ്ഞിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ കൈയാണ് ഇന്നത്തെ താരം എന്നുള്ളത് ബ്യൂട്ടി ബ്ലെൻഡ് ബ്രഷ് ഒന്നുമല്ല, എൻ്റെ കൈകളാണ്. നമ്മൾ കൈകൾ ഉപയോഗിച്ച് നല്ലോണം നമ്മൾ എന്ത് ചെയ്യണം, വാ തുറന്നു പോകും. അല്ലെങ്കിൽ എല്ലാ ഗേൾസിൻ്റെ ഒരു പ്രശ്നമാണ് വരുമ്പോൾ വാ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ തുറന്നു പോകുന്നത്. അങ്ങനെ ഞാൻ കൈ ഉപയോഗിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതിലെങ്ങനെ എനിക്ക് കാണുന്നതിന് അറിയത്തില്ല. എനിക്ക് ഇത് നോക്കിയപ്പം ഓക്കെ ആയിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്, ലൈറ്റായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഐലൈനറാണ്. എല്ലാവരും ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഐലൈനർ ഇങ്ങനെ മൊത്തത്തിൽ ഫുള്ളായിട്ട് ഞാൻ വരച്ച് കൊടുക്കുന്നില്ല. ഞാൻ അല്ലാതെ ജസ്റ്റ് ഒരു വിങ് മാത്രമാണ് വരച്ച് കൊടുക്കാൻ. ഇപ്പം ഡാസ്ലറിൻ്റെ ഐലൈനറാണ് കേട്ടോ, വാട്ടർ പ്രൂഫിൻ്റെ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഞാൻ വിങ് മാത്രമാണ് വരച്ചു കൊടുക്കാൻ യൂസ്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലം അല്ല, ഒരു കണ്ണി നല്ലോണം വന്നിട്ടൊരു കണ്ണിത്. പക്ഷെ എനിക്കത് ഇടയ്ക്കിടയ്ക്കുള്ളൂ. പക്ഷെ ഇപ്പം എനിക്ക് അത് അല്ല അങ്ങനെ വരാറില്ല കേട്ടോ. നിങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടോ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഞാൻ പ്രതീക്ഷിച്ചിരുന്നു വീഡിയോ എടുക്കുന്നുണ്ട് കുറവാകുന്നു. പക്ഷേ എനിക്ക് ഇതിൽ നോക്കിയപ്പം രണ്ടും കറക്റ്റായിട്ട് വന്നിട്ടാണ് കേട്ടോ ഫീൽ ചെയ്തത്. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് അടിയിൽ ഞാൻ കാരണം എഴുതുന്നില്ല. കാരണം എനിക്ക് ഇത് തന്നെ എനിക്ക് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ അടിയിൽ എനിക്ക് എഴുതുന്നത് അങ്ങനെ ഫീൽ ചെയ്തില്ല. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഈ ഒരു ഷെയ്ഡ് കൊണ്ട് ബ്ലഷ് ഇട്ട് കൊടുക്കാൻ വേണ്ടി ബ്ലഷ് കുറച്ച് ചെറുതായിട്ട് ഇതും മേബലിൻ്റെ തന്നെയാണ് കേട്ടോ. കൈ കൊണ്ട് തന്നെ നമ്മുടെ ബ്ലഷും ബ്ലെൻഡ് ചെയ്തു. അപ്പോൾ എനിക്കിതും ഓക്കെ ആയിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പം നെക്സ്റ്റ് ഞാൻ ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ലിപ്സ്റ്റിക്കും ഞാൻ ഐഷാഡായിട്ട് യൂസ് ചെയ്ത ഷെയ്ഡ് കൊണ്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ ഉള്ളതിൽ എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇത്. എൻ്റെ ലിപ് ലൈനറിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു പിങ്കാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് ഈ ഒരു ഷെയ്ഡിനാണ് നല്ല കോമഡി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ലിപ് ലൈൻ ചെയ്യുന്നില്ല, അല്ലാതെ ഞാൻ ഡയറക്റ്റായിട്ട് തന്നെയാണ് കേട്ടോ ഇത് യൂസ് ചെയ്തത്. പിന്നെ പറയാൻ പറഞ്ഞു, ഞാൻ തുടക്കത്തിൽ തന്നെ ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ചെറിയൊരു കളർ ലിപ് ബാമാണ് ഞാൻ ഇട്ടിരുന്നത്. ഓക്കെ, അപ്പം ഇതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്ത്
ഓക്കെ, അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്കും ഇട്ട് കഴിഞ്ഞു. ഇത് എനിക്ക് ഇതിൽ കറക്റ്റായിട്ടൊന്നും ഫീൽ ചെയ്തത്. പിന്നെ ഓക്കെ, ഇനി നെക്സ്റ്റ് ഓക്കെ, പിന്നെ ഞാൻ ഇത് ഐബ്രോ ചെയ്യുന്നില്ല. കാരണം ഞാൻ ഐബ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് ശരിയായി വരും, പക്ഷെ ബോറാണ്. പിന്നെ എൻ്റെ പിരിവ് ഒന്നാമത് തന്നെ ഭയങ്കര ഇതായിട്ടുള്ള പിരിവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഐബ്രോ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഒരു കാര്യം നോക്കണം, പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മസ്കാരയാണ് കേട്ടോ. ഇത് ജാസ്ലിൻ്റെ മസ്കാരയാണ്. എനിക്ക് എന്തോ ഐലൈനർ യൂസ് ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം മസ്കാര യൂസ് ചെയ്യുന്നതാണ്. എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കതാണ് ഇഷ്ടം. ഈ കൺവീനി ഇങ്ങനെ ഇരിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. കൺവീനി മൊത്തം ഒട്ടി വന്നിട്ട് എനിക്ക് പൊട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ഈ മസാലയും ഇട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കൊരു പൊട്ട് കൊടുക്കാം. ഇത് വെച്ചാൽ പൊട്ടിയിരുന്നു. എനിക്ക് മറ്റ പശ പൊട്ട്, ആ പൊട്ട് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വെച്ചാണ് കേട്ടോ പൊട്ടിയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ പൊട്ടും കുത്തി കൊടുത്തു. കാണാമെന്നില്ല, കൊച്ചു പൊട്ടാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ കൊച്ചു പൊട്ടാണ് കുത്തി കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഫുൾ ലുക്ക് കാണിച്ചത്.